നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. MBBS പഠിച്ച് ഒരു ഡോക്ടർ ആകുവാൻ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ നീറ്റ് പരീക്ഷയിൽ വളരെ ഉയർന്ന മാർക്ക് നേടി ഇന്ത്യയിൽ അഡ്മിഷൻ നേടുവാൻ ബുദ്ധിമുട്ടാകും എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സുന്ദരൻ അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് ചില വിദേശ യൂണിവേഴ്സിറ്റികളിൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ കുറഞ്ഞ ഫീസിൽ, ഏതാണ്ട് ഒരു 1.25 ലക്ഷം രൂപയിൽ താഴെ സെമിസ്റ്റർ ഫീസിൽ MBBS പഠിച്ചുകൊണ്ട് ഡോക്ടർ ആകുന്നതിനുള്ള ചില അവസരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ടുള്ള ഒരു ഫെയർ കേരളത്തിൽ ആകമാനം നടക്കുന്നതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഈ വിദേശ MBBS പഠനവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതെല്ലാം ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ഈ വിദേശ MBBS പഠനവുമായി ബന്ധപ്പെട്ട ഒരു ഫെയർ, അതായത് MBBS സ്റ്റഡി അബ്രോഡ് ഫെയർ ഈ മേഖലയിലെ പ്രമുഖ സ്ഥാപനമായ GB എഡ്യൂക്കേഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ GB എഡ്യൂക്കേഷൻ്റെ റീജിയണൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ആയിട്ടുള്ള കെവിൻ പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. കെവിൻ, വെൽക്കം. നമ്മൾ ഈ ഒരു ഫെയർ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാമോ? ജൂൺ 24 മുതൽ 29 വരെ GBയുടെ പ്രമുഖ ബ്രാഞ്ചുകളായ ട്രിവാൻഡ്രം, കൊല്ലം, കൊച്ചി, തൃശൂർ ആൻഡ് കാലിക്കറ്റ് പോലുള്ള ബ്രാഞ്ചസിൽ വെച്ച് നമ്മളുടെ എക്സ്ക്ലൂസീവ് MBBS ഫെയർ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഫെയറിൽ വരുന്നവർക്ക് എന്താ ഒരു ബെനിഫിറ്റ് കിട്ടുക? അന്നേ ദിവസം വരുന്ന കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്തു, അതായത് MBBS പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ റെപ്രസെന്റേറ്റീവ്സുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് അവിടെ അഡ്മിഷൻസ് സെക്യൂർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് GB ഒരുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെന്തെങ്കിലും ഫീസോ കാര്യങ്ങളോ അങ്ങനെ ഫ്രീ ആയിട്ട് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ എനിക്ക് ഈ MBBS പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാമോ? കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ് അലീന ഷെബിൻ, അവർ സീനിയർ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ. ഓക്കെ, അപ്പൊ അലീനയെ സംസാരിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ. അതെ സർ. അപ്പൊ എനിവേ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഈ വിദേശ MBBS പഠനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് പ്രമുഖ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി സ്ഥാപനമായ GB എഡ്യൂക്കേഷൻ അതിൻ്റെ സീനിയർ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ആയിട്ടുള്ള അലീന ഷെബിൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അലീന, വെൽക്കം ടു കരിയർ പാത്ത്. താങ്ക് യു സർ. എനിക്ക് ആദ്യം അറിയേണ്ടത്, എന്തുകൊണ്ട് വിദേശത്ത് പോയി MBBS പഠിക്കണം, അതിൻ്റെ സാഹചര്യം ഒന്ന് വിശദമാക്കാം. തീർച്ചയായിട്ടും. ഓരോ വർഷവും ഇന്ത്യയിൽ 24 ലക്ഷത്തോളം കുട്ടികൾ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഇന്ത്യയിൽ 1 ലക്ഷത്തിൽ താഴെ സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. അതിൽ തന്നെ പകുതി മാത്രമാണ് ഗവൺമെന്റ് സീറ്റിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഓരോ വർഷവും കുട്ടികൾ റിപ്പീറ്റ് ചെയ്ത് നീറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ട്രൈ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2-3 കൊല്ലം പറ്റാതെയാണ് വരുന്നത്. അപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ നീറ്റ് എക്സാമിന് വേണ്ടി എഴുതുന്ന അത്രയും കുട്ടികൾക്കുള്ള സീറ്റ് പോലും നമുക്ക് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ അല്ല. ഇനി ഇപ്പോൾ ഗവൺമെന്റ് സീറ്റുകളിലേക്ക് പഠിക്കുമ്പോൾ തന്നെ ഒരു 2-3 ലക്ഷം രൂപയാണ് ഓരോ വർഷവും കുട്ടികൾ പേ ചെയ്യേണ്ടി വരിക. അതെ. മറ്റു കോളേജുകളിലേക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ 7 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും, പെർ ഇയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അത് 7 ആവാം, 9 ആവാം, കൂടി വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾക്ക് പിന്നെ MBBS എന്ന് പറയുന്ന അവരുടെ ഒരു സ്വപ്നം, അത് സാക്ഷാത്കരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഇനി അതല്ല, നീ പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് മറ്റ് ബെനിഫിറ്റ്സും അവൈലബിൾ ആണ്. കുറേ കൂടി ഹൈടെക് ആയിട്ടുള്ള ഫെസിലിറ്റീസുകളും അവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ വിദേശത്ത് പോയി പഠിക്കാനായിട്ട് നിരവധി ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് പല രാജ്യങ്ങളിൽ നിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അവിടെ പോയി അവർക്ക് MBBS എന്ന് പറയുന്ന അവരുടെ സ്വപ്നം. അപ്പം ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് MBBS സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പം MBBS സ്വപ്നം മനസ്സിലുണ്ടെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ ഒന്നുകിൽ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുക, പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആവും. അപ്പൊ വിദേശത്ത് ചില രാജ്യങ്ങളിൽ പോയി കുറഞ്ഞ ഫീസിൽ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കറിയേണ്ടത്, വിദേശത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിലെ ഓപ്ഷൻസ് അവർക്ക് നൽകുന്നുണ്ട്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണോ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് MBBS പഠിക്കാനുള്ള ഓപ്ഷൻസ് തുറന്നു നിൽക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഫീസിൽ പഠിക്കാവുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാൻ, അവരുടെ ക്യാപിറ്റൽ സിറ്റിയായ തഷ്കന്തിൽ ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുണ്ട്. അതും തഷ്കന്ത് എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റൽ സിറ്റിയിൽ എല്ലാ ഫെസിലിറ്റീസോടും കൂടി ഒരു യൂറോപ്യൻ അറ്റ്മോസ്ഫിയർ ഓഫർ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഈ ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ ഉള്ളത്. അതുപോലെ തന്നെ ജോർജിയ വളരെ നല്ലൊരു രാജ്യമാണ്. അപ്പൊ അവരുടെ ക്യാപിറ്റൽ സിറ്റി ഭാഗമായിട്ട് വരുന്ന രാജ്യങ്ങളാണ്. അപ്പൊ ടിബിലിസി അവരുടെ ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെയുള്ള ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ടിബിലിസി സ്റ്റേറ്റ്
മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ DTMU, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ, ആൽറ്റെ യൂണിവേഴ്സിറ്റി പോലുള്ള മറ്റ് ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ബോസ്നിയയിലാണെന്നുണ്ടെങ്കിലും ബെനിയാലുക്ക, യൂണിവേഴ്സിറ്റി ഓഫ് ബെനിയാലുക്ക എന്ന് പറയുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ തന്നെയും കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ അവരുടെ ക്യാപിറ്റൽ സിറ്റികളിൽ തന്നെ നിറയെ ഫെസിലിറ്റീസോട് കൂടി പഠിക്കാൻ സാധിക്കുന്നുണ്ട്. പലതും ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ആണ്. ആൻഡ് ഈ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മുതൽ 30 വരെ ഹോസ്പിറ്റലുകളായിട്ടും ക്ലിനിക്കുകളായിട്ടും ടൈപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് നിറയെ ക്ലിനിക്കൽ പോസ്റ്റിംഗ്സ് പഠിക്കുന്ന അതെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്ക് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് കൂടാതെ തന്നെ ആ ഒരു ടൗണിലുള്ള മറ്റ് ഹോസ്പിറ്റലിലെയും ക്ലിനിക്കിലെയും ഒക്കെ അവർക്ക് അതെ ഒരു റിയൽ ലൈഫ് സിനാരിയോ ആയിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് നല്ല രീതിയിൽ ഒരു എക്സ്പോഷർ, ഒരു റിയൽ ലൈഫ് എക്സ്പോഷർ കിട്ടാനായിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റികളും ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ. അപ്പോൾ എനിക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ഗവൺമെന്റ് അല്ലാതെ പഠിക്കണമെങ്കിൽ വലിയ ഫീസ് നൽകേണ്ടതായിട്ട് വരും. അപ്പൊ കുറഞ്ഞ ഫീസിൽ പഠിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ തന്നെ അത് എത്രയാണ് ഫീസ്? ആ കാര്യങ്ങളൂടെ ഒന്ന് എക്സ്പ്ലെയിൻ പറയാം. ഇപ്പൊ ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റിയായ തഷ്കന്തിലുള്ള നമുക്ക് 2-3 യൂണിവേഴ്സിറ്റീസ് വളരെയധികം ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തഷ്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ തഷ്കന്ത് മെഡിക്കൽ അക്കാഡമി, തഷ്കന്ത് സ്റ്റേറ്റ് പീഡിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള തഷ്കന്ത് സിറ്റിയിൽ തന്നെയുള്ള ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ്. അപ്പൊ ഇവിടെയൊക്കെ ഒരു സെമസ്റ്ററിന് മൊത്തം 6 വർഷമാണ് MBBS ഡ്യൂറേഷൻ വരുന്നത്. 5 വർഷം സ്റ്റഡീസ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ്. പെർ സെമസ്റ്റർ നമുക്ക് ഒരു 1,70,000 സ്റ്റാർട്ട് ചെയ്യുന്ന, അതായത് 2,000 USD പെർ സെമസ്റ്റർ എന്നുള്ള നിലയ്ക്ക് പോലും അത്രയും കുറഞ്ഞ ഫീസിൽ അതെ ഒരു 25 26 ലക്ഷത്തിനുള്ളിൽ ഇവരുടെ എല്ലാ എക്സ്പെൻസുകളും, ട്യൂഷൻ ഫീസും ഇവരുടെ താമസ സൗകര്യങ്ങള്, ഭക്ഷണം ഉൾപ്പെടെയുള്ള എക്സ്പെൻസസ് ഒരു 26-27 ലക്ഷത്തിന് എല്ലാം. അതെ, അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടീം മെമ്പർ ഈ കുട്ടിയോടൊപ്പം തന്നെ ട്രാവൽ ചെയ്യുവാണ്. ഇവിടെ നിന്ന് പോകുന്ന സ്റ്റുഡൻസിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു ടീം മെമ്പർ ട്രാവൽ ചെയ്യുകയും ഇവരവിടെ ചെന്നതിന് ശേഷമുള്ള ഇവരെ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുക, അതുപോലെ അക്കോമഡേഷൻ ഫെസിലിറ്റിയിലേക്ക് എത്തിക്കുക, പിന്നീട് യൂണിവേഴ്സിറ്റിയിലേക്ക് ആക്കുക തുടങ്ങി ഇവർ ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നത് മുതൽ ഇവരുടെ ആ ഒരു 6 വർഷവും കംപ്ലീറ്റ് ചെയ്യുന്നവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ സപ്പോർട്ട് ഉണ്ടാവും. അവിടെ നമുക്ക് ഓഫീസ് സഹിതമുള്ള സൗകര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ കേരള ഫുഡ് കിട്ടാനുള്ള സൗകര്യങ്ങളുണ്ട്. അതെ, നമുക്ക് കേരള ഫുഡ് തന്നെ കിട്ടാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി ഇപ്പോ നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഈ കുട്ടികൾ ചെല്ലുന്നതിന് മുന്നേ തൊട്ട് പോലും പാരന്റ്സിന് വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തന്നെ ടിക്കറ്റിംഗ് ഓർഗനൈസേഷനായ എംആൻജി ട്രിപ്പ് സൊല്യൂഷൻസ് വഴി ഇവർക്ക് നേരത്തെ ആണെങ്കിലും വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം വേണമെങ്കിൽ പാരന്റ്സിന് ഒരുമിച്ച് പോയി അവരെ ഒന്ന് ആക്കി വെച്ച് തിരിച്ചു വരാനുള്ള ഫെസിലിറ്റീസ് സഹിതം നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോഴും എനിക്കൊന്നും അറിയേണ്ടത് ഇതിന്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവര് ബയോളജി പഠിക്കണം, നീറ്റ് ക്വാളിഫൈഡ് ആവണം. ഈ വിദേശത്ത് ഈ MBBS പഠിക്കുന്നതിനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയായിരിക്കും? അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ആ ഒരു എലിജിബിലിറ്റി മാത്രമേ അബ്രോഡ് പഠിക്കാനും ആവശ്യമായിട്ടുള്ളൂ. അതായത് 12th ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരിക്കണം. നീറ്റ് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മാർക്ക് പെർസെന്റേജ് ഒന്നും പ്രശ്നമല്ല. ഇല്ല, അത് ഓരോ വർഷവും ഇന്ത്യയുടെ മെഡിക്കൽ കൗൺസിൽ NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അവര് ഫിക്സ് ചെയ്യുന്നതാണ് എത്രയാണ് നീറ്റിന്റെ മിനിമം ക്വാളിഫയിങ് സ്കോർ എന്ന് പറയുന്നത്. അതെ, അത് നേടിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നീറ്റ് എഴുതിയാൽ 3 വർഷം വരെ ആ നീറ്റ് സ്കോറിന് വാലിഡിറ്റി ഉള്ളതാണ്. അപ്പൊ ഇപ്പൊ ഓൾറെഡി നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തിരിക്കുന്നവരായിക്കോട്ടെ, ഈ പ്രാവശ്യം എഴുതിയിരിക്കുന്നവരായാലും അവർക്ക് ഈ ഓപ്ഷൻ എടുക്കാം. ഈ NMC ഒക്കെ പറഞ്ഞപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയുടെ ഈ നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ ഒക്കെ അപ്രൂവൽ ഉണ്ടോ, അല്ലെങ്കിൽ WHO അങ്ങനെയൊക്കെ അപ്രൂവൽസ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ ഇപ്പൊ സൂചിപ്പിച്ച എല്ലാ യൂണിവേഴ്സിറ്റികളും തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ NMC ആണെന്നുണ്ടെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഡിഗ്രീസ് ആണ് ഈ പറയുന്ന എല്ലാ മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇവർ വാങ്ങിച്ചു വരുന്നത്. ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ FMG എക്സാമിനേഷൻ, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം. അത് അല്പം കൂടെ ക്ലാരിറ്റിയോടെ പറയണം. അതായത് ഇവർക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള ഓപ്ഷൻസ്, അപ്പൊ ഇതിന് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ NMCയുടെ ഒക്കെ അപ്രൂവൽ ഉള്ളതാണ്. ഓക്കെ, എങ്കിലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് 3 ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യയിലേക്ക് വന്നാൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? 2 ഇവർ പഠിക്കുന്ന രാജ്യത്തെ ചെയ്യാൻ പറ്റുമോ? 3 കൂടുതൽ പേരും US, UK അങ്ങനെയുള്ള ഓപ്ഷനിലേക്ക് പോകും. അപ്പൊ അതിന്റെ ഓപ്ഷൻ ഈ 3 തീർച്ചയായിട്ടും ഈ 3 ഓപ്ഷൻസും ഇവർക്ക് സാധ്യമാകുന്നതാണ്. ഇവർ ആ രാജ്യത്തെ MBBS പഠിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് തന്നെ ഇവർക്ക് ഡോക്ടറേറ്റ് വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി അതല്ല ഇന്ത്യയിലേക്ക് ഇവർക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ FMG എക്സാമിനേഷൻ ആണ്, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. 1-2 വർഷത്തിനുള്ളിൽ നെക്സ്റ്റ് എക്സാം ആണ് വരുന്നത്. നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ പിള്ളേർ പഠിക്കുന്നതിനോടൊപ്പം പിള്ളേർ പഠിച്ചാലും അവർ നെക്സ്റ്റ് എക്സാം എഴുതണം, എബ്രോഡ് പഠിച്ചാലും നെക്സ്റ്റ് തന്നെ ഒരേ എക്സാം എഴുതി ഇവിടെ തന്നെ
പ്രാക്ടീസ് ചെയ്യാൻ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇനി സാർ പറഞ്ഞതുപോലെ ഇപ്പൊ US പോകാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ഡോക്ടേഴ്സും ഉണ്ട്. അവർക്ക് USMLE എഴുതാം. ഈ രാജ്യങ്ങളിലൊക്കെ, അതായത് ഇപ്പൊ നമ്മൾ സൂചിപ്പിച്ച രാജ്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം USMLE ക്ലിയർ ചെയ്തിട്ട് അവർക്ക് US ഡോക്ടറേറ്റ് വർക്ക് ചെയ്യാം. ലാബ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ UK ഡോക്ടറേറ്റ് വർക്ക് ചെയ്യാം. അപ്പൊ ഏത് രാജ്യത്തും അതത് രാജ്യങ്ങളിലെ ലൈസൻസിംഗ് എക്സാം ക്ലിയർ ചെയ്താൽ ആ രാജ്യത്ത് ഡോക്ടറേറ്റ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനി അറിയേണ്ടത് എപ്പോഴൊക്കെ ആയിരിക്കും ഇതിന്റെ ഇൻടേക്ക്? സാധാരണ വർഷത്തിൽ 2 പ്രാവശ്യം പോലെ ഇതിനും ഉണ്ടോ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ഏറ്റവും അടുത്ത ഇൻടേക്ക് വരുന്നത് സെപ്റ്റംബർ ആണ്. ഈ നീറ്റ് റിസൾട്ട് വന്നവരായിക്കോട്ടെ, ഇതിന് മുന്നേ റിപ്പീറ്റ് ചെയ്ത് നിൽക്കുന്നവരായിക്കോട്ടെ, അവർക്ക് ഏറ്റവും അടുത്ത ഇൻടേക്ക് സെപ്റ്റംബർ ആണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് മാർച്ചിലും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലും ഒരു ഇൻടേക്കും കൂടി വരുന്നുണ്ട്. അങ്ങനെ 2 ഇൻടേക്ക് ഒരു വർഷത്തിലുണ്ട്. അപ്പൊ നമുക്ക് കുട്ടികൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത് ഈ ഒരു ബ്രാൻഡ് തന്നെയാണ്, GB എഡ്യൂക്കേഷൻ. കാരണം കഴിഞ്ഞ ഒരു 24 വർഷത്തിലധികമായി ഇന്ത്യയിലെ വിദേശമായ 67ഓളം ഓഫീസുകളും കേരളത്തിൽ തന്നെ 18 ഓഫീസുകളുമായാണ് GB ഓഫീസുകളുണ്ട്. അങ്ങനെയാണ് GB എഡ്യൂക്കേഷൻ വർക്ക് ചെയ്യുന്നത്. ഇതിനോടകം തന്നെ നമ്മളൊരു 3.5 ലക്ഷത്തിലധികം കുട്ടികളെ 35-ലധികം രാജ്യങ്ങളിലായി പല പല യൂണിവേഴ്സിറ്റികളിലേക്കും കോഴ്സുകളിലേക്കും ഒക്കെ സെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ്, ഇതാണ് നമുക്ക് കുട്ടികൾക്കും അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്കും കൊടുക്കാനായിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ വിദേശ പഠനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ വിദേശത്ത് MBBS പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് GB എഡ്യൂക്കേഷനുമായി കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് കഴിയും. അതുകൂടാതെ ഈ വരുന്ന ജൂൺ മാസത്തിൽ 24-ാം തീയതി മുതൽ കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ GB എഡ്യൂക്കേഷൻ ഈ വിദേശ MBBS പഠനത്തിൻ്റെ ഒരു ഫെയർ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫെയർ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വോക്കിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ എക്സ്പേർട്സുമായിട്ട് നേരിട്ട് സംവദിച്ചുകൊണ്ട് തന്നെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഏതായാലും ഈ ഒരു അവസരം താല്പര്യമുള്ളവരെ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പ്രത്യേകിച്ച് ഈ MBBS സ്വപ്നവും ഒക്കെ ആയി നടക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.